നമസ്കാരം. കവടിയാറിൽ നിർത്തിയിട്ടിരുന്നതും കടന്നു വന്നതുമായ നിരവധി പേരെയും വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ച കൊടും അപകടത്തിന്റെ നടുക്കത്തിലാണ് യാത്രക്കാരും പ്രദേശവാസികളും ഒക്കെ തന്നെ. ഓഫീസ് സമയമായതുകൊണ്ട് തന്നെ റോഡിൽ ഏറെ തിരക്കുള്ളപ്പോഴായിരുന്നു കുറവൻകോണം സീസൺ സ്ക്വയർ സ്പാനിലെ താമസക്കാരനായ ഹാരിസ് തോമസ് സഞ്ചരിച്ച ഹ്യുണ്ടായി ക്രെറ്റ കാർ അപകടത്തിൽപ്പെട്ടത്. ഓഫീസ് സമയമായതുകൊണ്ട് റോഡിൽ ഏറെ തിരക്കുള്ളപ്പോഴാണ് കുറവൻകോണം സീസൺ സ്ക്വയർ സ്പാനിലെ താമസക്കാരനായ ഹാരിസ് തോമസ് സഞ്ചരിച്ചിരുന്ന ഹ്യുണ്ടായി ക്രെറ്റ കാർ അപകടത്തിൽപ്പെട്ടത്. ഫുട്പാത്തിലൂടെ വന്ന ആദ്യത്തെ കലുങ്കും നടന്നു വരികയായിരുന്ന പാലക്കാട് സ്വദേശികളായ നൌഷിജ, ഭർത്താവ് ആഷിഖ് ഖാൻ എന്നിവരെ ഇടിച്ചു തെറിപ്പിച്ചു. ശേഷം തൊട്ടു പിന്നാലെ നടന്നു വന്ന അസം സ്വദേശിയായ തൊഴിലാളികളെയും ഇടിച്ചു തെറിപ്പിച്ചു. ഇതിനുശേഷം റോഡിന്റെ മറുവശത്ത് വെട്ടിച്ച കാർ എതിർവശത്തു നിന്ന് വന്ന സ്കൂട്ടറിനെയും ഫോർഡ് കാറിനെയും ഇടിച്ചു. തുടർന്ന് സ്വിഫ്റ്റ് കാലടിച്ച് നിൽക്കുകയായിരുന്നു. ഈ സമയമെല്ലാം സംഭവം കണ്ടെത്തുന്നവർ ഭയന്ന് നിലവിളിച്ചു. എതിർവശത്തു നിന്ന് വന്നവർ പേടിച്ചു വാഹനം വെട്ടിത്തിരിച്ചു. അപകടമെല്ലാം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ കിടന്നതോടെ പൂർണ്ണമായും ഗതാഗതം നിലച്ചു. വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി നോക്കിയവരെല്ലാം അപകടത്തിന്റെ തീവ്രത കണ്ട് ഭയന്നു. അപ്പോഴും റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പലരും തയ്യാറായില്ല. മിക്കവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായവർക്കാകട്ടെ തങ്ങളുടെ വാഹനം തിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അപകടം നടന്നതോടെ കവടിയാർ കുറവൻകോണം റോഡ് ഏറെ നേരം ഗതാഗതക്കുരുക്കിലായി. വിവരമറിഞ്ഞ് പോലീസ് എത്തി അപകടത്തിൽപ്പെട്ട കാറുകൾ മാറ്റിയ ശേഷമായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട സിനിമാ നിർമ്മാതാവ് AR കണ്ണൻ അപകടത്തിന് സാക്ഷിയായിരുന്നു. അമിത വേഗതയിൽ ലക്ഷ്യം തെറ്റിയെത്തിയതുപോലെ ഒരു കാർ പാഞ്ഞു വരുന്നത് കണ്ട് വലത്തേക്ക് ചാടിയത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്. തനിക്ക് പിന്നാലെ നടന്നു വന്ന 3 പേരെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. മൂവരും ചോരയിൽ കുളിച്ച് റോഡിൽ വീണ് കിടന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കണ്ടു നിന്നവരാരും ശ്രമിച്ചില്ല. ചിലർ നോക്കിയ ശേഷം വാഹനം നിർത്താതെ പോയി. ഇത് കാരണം 20 മിനിറ്റോളം നഷ്ടമായി. ആരെങ്കിലും ആ കുട്ടിയെ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും കണ്ണൻ സങ്കടത്തോടെ പറയുന്നു. കവടിയാർ സുപ്രീം ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൃഷ്ണകുമാറും അപകടത്തിന് ദൃക്സാക്ഷിയാണ്. നിലവിളിയോടെ ഒരു പെൺകുട്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി നിലത്ത് വീഴുന്നതാണ് കണ്ടത്. ഓടി റോഡിലേക്ക് എത്തുന്നതിനിടയിൽ വീണ്ടും 1-2 കൂട്ടിയിടിയുടെ ശബ്ദം കേട്ടു. 2 പെൺകുട്ടികളും 2 പുരുഷന്മാരും പരിക്കേറ്റ നിലയിൽ കിടക്കുന്നു. ഏറെ നേരം കഴിഞ്ഞ ശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. BJP നേതാവ് സന്ദീപ് വചസ്പതിയാണ് പരിക്കേറ്റ നൌഷിജയെ ആശുപത്രിയിൽ എത്തിച്ചത്. സൺ ഹോംസ് ഓഫീസിന് മുന്നിൽ ബ്ലോക്കിൽപ്പെട്ടപ്പോഴായിരുന്നു അദ്ദേഹം അപകട വിവരം അറിഞ്ഞത്. സംഭവം നടന്ന 15 മിനിറ്റോളം കഴിഞ്ഞിട്ടും ആരും പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസ് എത്തിയില്ല. കണ്ടുനിന്നവർ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. തുടർന്ന് പരിക്കേറ്റ മറ്റൊരാളെയും തന്റെ കാറിലേക്ക് കയറ്റി പട്ടം SUT ആശുപത്രിയിലേക്ക് കുതിച്ചു. എന്നാൽ മാരകമായി പരിക്കേറ്റ പെൺകുട്ടി മരണപ്പെടുകയായിരുന്നുവെന്ന് സന്ദീപ് പറയുന്നു. കവടിയാറിൽ ഫുട്പാത്തിൽ സുരക്ഷാ വേലി ഇല്ലാത്തതാണ് കാർ അനായാസം ഫുട്പാത്തിലേക്ക് കയറുവാൻ കാരണമാണെന്നും പരാതിയുണ്ട്. റോഡും ഫുട്പാത്തും തമ്മിൽ ഉയരത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതും അപകടത്തിന്റെ തീവ്രത കൂട്ടി. അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചിരുന്ന 73-കാരനായ കുറവൻകോണം സ്വദേശി മോഹൻ തോമസ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം പെട്ടെന്നുണ്ടായ രക്തസമ്മർദ്ദ വ്യതിയാനമാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുവാൻ കാരണമായതെന്നാണ്. വാഹനം അമിത വേഗതയിൽ ആറുമെന്ന ദൃക്സാക്ഷികൾ ഒരുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിയന്ത്രണം വിട്ട വാഹനം ഡിവൈഡറിൽ ഇടിച്ച് തെന്നി മാറി ഫുട്പാത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പാലക്കാട് ചിറ്റൂർ വെരിക്കോലി സ്വദേശിനിയായ നൌഷിജയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. കേവലം 1 മാസം മുൻപായിരുന്നു വിവാഹം നടന്നത്. തിരുവനന്തപുരത്ത് പഠിക്കുന്ന ബന്ധുവായ അഷ്മയെ സന്ദർശിക്കുവാനും വിനോദസഞ്ചാരത്തിനുമായിട്ടാണ് നൌഷികയും ഭർത്താവ് ആഷിഖും കഴിഞ്ഞ ദിവസം രാവിലെ നഗരത്തിലേക്ക് എത്തിയത്. മൂവരും ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴാണ് ഇവരെ വാഹനം പിന്നിൽ നിന്ന് ഇടിച്ചു തെറിപ്പിച്ചത്. നൌഷികയുടെ ഭർത്താവ് ആഷിഖ് ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കവടിയാർ കുറവൻകോണം റോഡിൽ ഫുട്പാത്തിന് സുരക്ഷാ വേലികൾ ഇല്ലാത്തതും റോഡും ഫുട്പാത്തും തമ്മിൽ കാര്യമായ ഉയര വ്യത്യാസമില്ലാത്തതും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപകടം നടന്ന് ഏകദേശം 20 മിനിറ്റോളം പരിക്കേറ്റവർ ചോര വാർന്ന റോഡിൽ കിടക്കുകയായിരുന്നു. കണ്ടു നിന്നവർ സഹായിക്കാൻ എത്താൻ മടിച്ചതാണ് ഈ മരണകാരണമാണെന്നാണ് ദൃക്സാക്ഷികൾ വേദനയോടെ ഓർക്കുന്നത്. ഒടുവിൽ BJP നേതാവ് സന്ദീപ് വചസ്പതിയാണ് തന്റെ കാറിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായത്. അപകടമുണ്ടാക്കിയ ഡ്രൈവർ ഹാരിസ് എന്ന മോഹൻ തോമസിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ IPC 30(4)A ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആണോ അതോ മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്.
ഡ്രൈവർക്ക് രക്തസമ്മർദ്ദ വ്യതിയാനം ഉണ്ടായെന്ന മൊഴി പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. ഡ്രൈവർക്കന്ന് വാഹനം ഓടിക്കാൻ ശാരീരിക ക്ഷമത ഉണ്ടായിരുന്നുവെന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. ഗുരുതരമായ അപകടമുണ്ടാക്കിയ സാഹചര്യത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള നടപടികൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വീകരിക്കും. മരിച്ച നൌഷികയുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ വഴി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ട്. പരിക്കേറ്റവരെ സഹായിക്കാൻ കണ്ടുനിന്നവർ മടിച്ചതൊക്കെ തന്നെ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. റോഡ് അപകടങ്ങളിൽ സഹായിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യില്ലെന്നും അവർക്ക് നിയമപരമായ പരിരക്ഷയുണ്ടെന്നും വ്യക്തമാക്കുന്ന ഗുഡ് സമരിറ്റൻ നിയമത്തെക്കുറിച്ച് ഇതോടെ അവബോധം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. കവടിയാർ കുറവൻകോണം റോഡ് സ്ഥിരം അപകട മേഖലയാണോ എന്ന് പരിശോധിക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കവടിയാർ കുറവൻകോണം റോഡിൽ ചോര വാർന്നു കിടന്ന നൌഷികയെയും ഭർത്താവിനെയും സഹായിക്കാൻ കണ്ടുനിന്നവർ വിമുഖത കാട്ടിയതാണ് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നത്. അപകടം നടന്നും നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥലത്ത് തടിച്ചുകൂടിയെങ്കിലും മിക്കവരും മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും കാഴ്ചക്കാരായി നിൽക്കുന്നതിനുമാണ് താല്പര്യം കാട്ടിയത്. അപകടം നടന്ന ഉടൻ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ നൌഷികയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ സിനിമാ നിർമ്മാതാവ് AR കണ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏകദേശം 20 മിനിറ്റോളം ആ പെൺകുട്ടി റോഡിൽ ചോര വാർന്നു കിടന്നു. പല വാഹനങ്ങൾക്കും കൈ കാണിച്ചുവെങ്കിലും ആരും നിർത്തിയില്ല. ചിലർ അപകട സ്ഥലത്ത് സ്ലോ ആക്കിയ ശേഷം വാഹനം ഓടിച്ചുപോയി. ഈ നിസ്സംഗത നഗരവാസികളുടെ മനുഷ്യത്വത്തിന് മേൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ സഹായിച്ച പോലീസ് കേസിലും കോടതി നടപടികളിലും കുടുങ്ങുമെന്ന പഴയകാല ഭയമാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗുഡ് സമരിറ്റൻ ലോ പ്രകാരം അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്നവർക്ക് പൂർണ്ണ നിയമ പരിരക്ഷയുണ്ടെന്ന കാര്യം പലരും വിസ്മരിക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യാനോ സാക്ഷികളാക്കാൻ നിർബന്ധിക്കാനോ പാടില്ലെന്ന നിയമം നിലവിലിരിക്കെയാണ് ഈ വിമുഖത ഉണ്ടായത്. തിരക്കേറിയ കവടിയാർ ജംഗ്ഷനിൽ പോലീസ് എത്തുന്നതിന് മുൻപേ തന്നെ പരിക്കേറ്റവരെ തന്റെ കാറിൽ ആശുപത്രിയിൽ എത്തിക്കാൻ BJP നേതാവ് സന്ദീപ് വാചസ്പതി തയ്യാറായത് മാത്രമാണ് ആശ്വാസകരം. എങ്കിലും ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ നൌഷിക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സെൽഫി എടുക്കുന്ന തിരക്കിലല്ല, സഹായം നൽകുന്ന തിരക്കിലാകണം നാം എന്ന സന്ദേശവുമായി വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. നഗരമധ്യത്തിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക ബോധത്തിന് ഏൽപ്പിച്ച ആഘാതം വലുതാണ്. ചോര വാർന്നു കിടന്ന ഒരു പെൺകുട്ടിയെ നോക്കി നിൽക്കാൻ തോന്നിയ ആ ഒരു 20 മിനിറ്റ് നമ്മുടെ സമൂഹത്തിന്റെ മനോനില എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഭയാനകമായ സൂചനയാണ്. അപകടം നടന്ന ഉടൻ പരിക്കേറ്റവരെ താങ്ങിയെടുക്കുന്നതിന് പകരം പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ പകർത്തുവാൻ മത്സരിക്കുന്ന ഒരു യുവതലമുറയെ നമ്മൾ മാറിക്കഴിഞ്ഞു. മറ്റൊരാളുടെ വേദന ഒരു ലൈവ് വീഡിയോയ്ക്കോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലോ മാത്രമായുള്ള കണ്ടന്റാക്കി മാറ്റി ചുരുക്കുകയാണ്. സഹജീവി മരിക്കുമ്പോഴും ക്യാമറ ആംഗിൾ ശരിയാക്കുന്ന ഈ പ്രവണത ഒരുതരം ഡിജിറ്റൽ നിസ്സംഗതയാണ്. പോലീസ് നടപടികൾ ഉണ്ടാകുമെന്ന പേടി ഇപ്പോഴും പലർക്കുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വെറുമൊരു ഒഴിവ് കഴിവ് മാത്രമായി മാറുകയാണ്. സഹായിക്കുന്നവനെ ആദരിക്കണമെന്ന് നിയമമുള്ള നാട്ടിലാണ് ഈ മടി. വേറെ ആരെങ്കിലും ചെയ്യട്ടെ എനിക്കെന്ത് എന്ന ചിന്താഗതി നമ്മെ പിടികൂടിയിരിക്കുന്നു. തടിച്ചുകൂടുന്ന 100 പേരിൽ ഒരാൾ പോലും മുൻകൈ എടുക്കാത്തത് ഈ മനോനില കൊണ്ടാണ്. ഗ്രാമങ്ങളിലെ പരസ്പര സഹായം നഗരങ്ങളിലെ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്കും തിരക്കുകളിലേക്കും മാറിയപ്പോൾ നമുക്ക് അന്യന്റെ വേദന അന്യമായി തീർന്നു. 1 മാസം മുൻപ് വിവാഹിതയായ ജീവൻ സ്വപ്നം കണ്ടു തുടങ്ങിയ നൌഷിക ആ പെൺകുട്ടിക്ക് കവടിയാർ നൽകിയത് മരണമല്ല, നമ്മുടെ സമൂഹത്തിന്റെ മരവിച്ച മനസ്സാക്ഷിയാണ്. ഇതിന്റെ മകളോ സഹോദരിയോ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമോ എന്ന ചോദ്യം ഓരോ കാഴ്ചക്കാരനും സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ റോഡുകൾക്ക് സുരക്ഷാ വേലി ഇല്ലാത്തത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം നമ്മുടെ മനസ്സുകൾക്ക് ചുറ്റുമുള്ള ഈ നിസ്സംഗതയുടെ വേലികളാണ്. ഈ വേലികൾ തകർക്കാതെ ഒരു നിയമത്തിനും നമ്മുടെ ജീവൻ സംരക്ഷിക്കാനാവില്ല.